വ്യാപാരത്തിന്റെ ഇംബാലൻസ് പരിഹരിക്കുക എന്നതാണ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച യുഎസ് റെസിപ്രോക്കൽ താരിഫുകളുടെ ലക്ഷ്യം. എന്നാൽ ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ പണി കിട്ടിയത് യുഎസിന് തന്നെയാണ്. യുഎസ് വിപണിയും തകർന്നടിഞ്ഞു. ചൈന, ഇന്ത്യ, മെക്സിക്കോ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന തീരുവ യുദ്ധം യുഎസ് ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തി. സമാനതകളില്ലാത്ത നഷ്ടമാണ് വിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ തിരിച്ചടി കൊറോണ കാലത്തിന് ശേഷം ഇതാദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആഗോള എണ്ണവിലയിലും സ്വർണ്ണവിലയിലും കനത്ത ഇടിവുണ്ടായി. ബ്രെന്റ് ക്രൂഡ് വില 6.5% താഴ്ന്ന് ബാരലിന് $65 റെസിപ്രോക്കൽ തീരുവ എന്ന ട്രംപിന്റെ നടപടി വ്യാപാര യുദ്ധത്തിലേക്കും പിന്നാലെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും നയിച്ചേക്കുമെന്ന ആശങ്കയാണ് വിപണികൾക്ക് തിരിച്ചടിയായത് എന്നാണ് റിപ്പോർട്ടുകൾ. ടെക്, റീറ്റെയിൽ ഓഹരികളെയാണ് ഇടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയണം. ആപ്പിൾ, എൻവിഡിയ തുടങ്ങിയ പ്രധാന യുഎസ് ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞു. ആപ്പിളിന്റെ ഓഹരികൾ 9% കൂടുതൽ നഷ്ടം നേരിടുന്നുണ്ട്. 5 വർഷത്തിനിടയിൽ ആപ്പിളിനുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 7.8% നഷ്ടമാണ് എൻവിഡിയ ഓഹരികൾ നേരിട്ടത്. റീറ്റെയിൽ ഭീമനായ ആമസോൺ ഓഹരിയും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടറുകൾ എന്നിവയ്ക്കും തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഫാർമ ഓഹരികളിൽ 7% വരെ ഇടിവുണ്ടായി. പിന്നാലെ കയറ്റുമതി വിപണിയിലുള്ള ഫാർമ കമ്പനികൾ 10% വരെ ഇടിഞ്ഞു. അരബിന്ദോ, ലൂപിൻ, ഡോക്ടർ റെഡ്ഡീസ്, സൈഡസ്, സിപ്ല, സൺ, ബയോകോൺ തുടങ്ങിയവ താഴ്ന്നു. ഇതിനിടെ കുവൈറ്റിനും താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ്. കുവൈറ്റിന് 10% താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായവും. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ആവറേജിൽ 1639.39 പോയിന്റാണ് ഇടിഞ്ഞത്. 3.98% നഷ്ടമാണ് ഡൗ ജോൺസ് രേഖപ്പെടുത്തിയത്. യുഎസ് വിപണികളിലെ തകർച്ച ആഗോള ഓഹരി വിപണികളെയും ബാധിച്ചിട്ടുണ്ട്. S&P 500 ഇൻഡെക്സ് ആകട്ടെ $2 ട്രില്യൺ മൂല്യനഷ്ടമുണ്ടായതായി കണക്കുകൾ പറയുന്നു. 274 പോയിന്റ് ഇടിഞ്ഞു. 4.84% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 1050.44 പോയിന്റ് അഥവാ 5.97% നാസ്ഡാക്കിലെ നഷ്ടം. 16,550.61 നാസ്ഡാക്കിലെ വ്യാപാരം നടന്നത്. 2020 മാർച്ചിന് ശേഷമുള്ള നാസ്ഡാക്കിന്റെ ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് ഈ അടുത്തുണ്ടായിരിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം വരുമെന്ന ഭീതിയിൽ ലോഹങ്ങളുടെ വിലയും ഇടിയാൻ തുടങ്ങിയെന്നാണ് വിവരം. ഇത് മെറ്റൽ കമ്പനി ഓഹരികളെ താഴ്ത്തിയിട്ടുമുണ്ട്. ടാറ്റ സ്റ്റീൽ, സെയിൽ, GSW സ്റ്റീൽ, വേദാന്ത, ഹിൻഡാൽകോ തുടങ്ങിയവ 7% വരെ താഴേക്ക് പോയി എന്നാണ് വിവരം. ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫുകൾ യുഎസിന് തന്നെ വിനയാകും എന്നാണ് ഓഹരി വിപണിയിൽ നിന്നുള്ള സൂചനകൾ. ഈ നിലയിൽ തുടർന്നാൽ തീരുവകൾ ഈ വർഷം യുഎസ് സാമ്പത്തിക വളർച്ചയെ 2% വരെ പിന്നോട്ടടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ട്രംപിന്റെ നയം പണപ്പെരുപ്പത്തെ 5% എത്തിക്കുമെന്നും ഇത് സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്.